മാലിന്യ കൂമ്പാരത്തിന് നടുവിലെ ആൽമരച്ചുവട് ഇനി മുതൽ മനോഹരമായ വിശ്രമ കേന്ദ്രം. ഫറോക്ക് ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിക്ക് സമീപത്തെ ആൽമരച്ചുവടാണ് ഭിത്തികെട്ടി ഇരിപ്പിടമൊരുക്കിയത്. മാലിന്യ കൂമ്പാരത്തിന് നടുവിലെ ആൽമരച്ചുവട് ഇനി മുതൽ മനോഹരമായ വിശ്രമ കേന്ദ്രം. ഫറോക്ക് നഗരസഭയിലെ ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിക്ക് സമീപമുള്ള ആൽമരച്ചുവട്ടിലാണ് ഭിത്തികെട്ടി വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ നടപ്പാക്കുന്ന പാതയോര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കിയത്. ഇവിടെ 2 ദിവസം കൂടുമ്പം ഒരു ലോഡ് മാലിന്യമാണ് ഈ ആലിന് ചുറ്റുമായിട്ട് കൂടിയിരിക്കാറ്. പലപ്പോഴും അത് നീക്കം ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ അതേപോലെ വരും. അതിനൊരു ശാശ്വത പരിഹാരം വേണ്ടിയിട്ടാണ് നമ്മുടെ നഗരസഭാ ചെയർമാൻ സംസാരിച്ചു. വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ സുന്ദരമായ ഒരു ആൽത്തറ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഈ കടയുടെ വരാന്തയിൽ ഒരു ബെഞ്ചുണ്ടാകും ആളുകൾക്ക് ഇരിക്കാൻ. അതിപ്പോൾ അപ്രത്യക്ഷമായി പോയി. അതിന് പകരമായിട്ട് ആളുകൾക്ക് ഇരിക്കാനും സ്വറ പറയാനും ഒക്കെയുള്ള, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. റെഡ് ക്രസന്റ് ആശുപത്രിയാണ് നിർമ്മാണ ചെലവ് വഹിച്ചത്. വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണം നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KV അഷ്റഫ്, P ബൽക്കീസ്, റെഡ് ക്രസന്റ് ആശുപത്രി MD ഡോക്ടർ PA നാസർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ V ഖാലിദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS ഷിജി, C സുബിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡയമണ്ട് പ്ലസ് വയോജന ദിനാചരണം നടത്തി. വയോജന സംഗമത്തിൽ കലാപരിപാടികൾ അരങ്ങേറി.